ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് റിംഗ് ലൈറ്റ് മേടിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹം ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു ഒരു റിംഗ് ലൈറ്റ്. അപ്പോൾ എനിക്ക് സാലറി കിട്ടിയ ആ ടൈമിന് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ഈ ഒരു റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഇന്നാണ് വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് അൺബോക്സ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ട് റെഡിയാക്കിയ ഫ്രെയിം സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പാക്കേജിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയാം. അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും പിന്നെ ചെല്ലാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൊടുന്ന് കുത്തി പൊട്ടിച്ച് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ താരം ഈ ഒരു റെഗുലേറ്റ് ആണ്. നമുക്ക് അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. എവിടെ തുടങ്ങണമെന്ന് വെച്ചാല് ഐ തിങ്ക് ഇതാണ് ഫ്രണ്ട് പോർഷൻ. അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഞാനാണെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോംബോ സെറ്റായിട്ട് ബ്ലൈഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് അതില്ല, കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിട്ട് തന്നെ കട്ട് ചെയ്യാം. കാരണം ഇതിന്റെ കട്ടയും മടവും മുടങ്ങി. മീൻസ് ഇതിന് ആവശ്യമില്ല. ഇത് മാത്രമല്ലേ, രണ്ടല്ലെങ്കിൽ മൂന്നേ ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ ഇത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ചെയ്യുവാണ്. ഇനി ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അകത്ത് വേറൊരു പെട്ടി കാണിച്ചു തരാം. ഈശോയെ, ഇതും ഡിജിടെക്കിന്റെ ആണ്. ഓൾമോസ്റ്റ് അതിന്റെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നണേ. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ യൂസ് ചെയ്യണ മൈക്കാണെങ്കിലും മറ്റേ മൈക്കിന്റെ OTG മിസ്സിംഗ് ആയി. ചിലപ്പോൾ എന്റെ ചേച്ചിന്റെ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണില്ലെങ്കിൽ വേറൊരു OTG തപ്പി മേടിക്കണം. അപ്പൊ എല്ലാം ഞാൻ മേടിച്ചിട്ടുള്ള ഏകദേശ സാധനവും ഡിജിടെക്കിന്റെ തന്നെയാണ്. ട്രൈപോഡ്, ഈ ഒരു ലൈറ്റ് അത് ഡിജിടെക്കിന്റെ അല്ല, പക്ഷെ ഇത് ഡിജിടെക്കിന്റെ ആണ്. അപ്പൊ ഇനി ഈ ഒരു പെട്ടി നല്ല ഭംഗിയിൽ കാണാൻ. എനിക്ക് തോന്നുന്ന റിംഗ് ലൈറ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസ് ആരും ഇട്ടിട്ടില്ല എന്ന് എന്റെ ചെറിയൊരു ചിന്തയാണ്. ഞാൻ ഹിന്ദി മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യോ, ഈ പെട്ടി നമുക്ക് ഡാമേജ് ആക്കാതെ കീറണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. അപ്പം ഓക്കെ, കുറച്ച് പുഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് രാവിലെ ആയതുകൊണ്ടാണ് ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടില്ലേ. ചരിഞ്ഞ ഫ്രെയിം ഇരിക്കുന്നതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഈസി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കി ഈസി. ഇത് മറ്റേ ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ അകത്തൊന്നുമില്ല, അതുപോലെയാണ് ഈ പെട്ടിയുള്ള കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഇത് ക്യാരി ചെയ്യാനായിട്ട് അകത്ത് വേറൊരു ബാഗ്. ഇതെങ്ങോട്ട് പോട്ടെ. ഇതാണ് പെട്ടി ഗൈസ്. ട്രൈപോഡ് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് പെട്ടി. നൈസ് അല്ലേ? ഇതാകുമ്പോ നമുക്ക് എല്ലായിടത്തും ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഉണ്ടാ കണ്ടേ, ഡിജിടെക് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിലാണെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെ. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും തപ്പണ്ടല്ലോ. നമുക്ക് ഈ ഒരു സുഖേഴ്സിൽ തന്നെ പോലത്തെ ജോൺ ഹോനായുടെ പെട്ടി നമ്മൾ തുറക്കാം. യാ മോനെ, ഓ സെറ്റ് വലുതാണ്. ട്രൈപോഡ് ഇല്ല. ട്രൈപോഡ് ഇല്ല കേട്ടോ. ട്രൈപോഡ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഭാഗ്യം എൻ്റെ കയ്യിൽ ട്രൈപോഡ് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തന്നില്ല. അത് ഈ വെയിറ്റ് താങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. നോക്കാം. എന്തായാലും ഈ സാധനം പൊളിച്ചിട്ടാ. കൊള്ളാം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എന്നെക്കാട്ടി വലുത്, എന്നെക്കാട്ടി വലിയ റിംഗ്. ഇനി നമുക്ക് ഇതിൽ വെക്കേണ്ട കുന്ത്രണ്ടങ്ങളൊക്കെ അകത്തുണ്ട്. വേറൊരു റോക്കകത്താണ്. അതും നല്ലയായി. നമുക്ക് സെപ്പറേറ്റ് കേസ് ഒന്നും വേണ്ട. ഉണ്ടാ, ഇതിനകത്ത് വേറൊരു റോ ഉണ്ട്. ഞാൻ വിളിച്ച റിംഗ് ലൈറ്റും കാണുന്നു.
ഇത് നീങ്ങി പോകാണ്ടിരിക്കുക അകത്ത് ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവര് വെച്ചിട്ടുണ്ടായില്ല. നമുക്ക് പോകുമ്പോഴത്തേക്കും വെക്കാം ഇങ്ങനെ. അങ്ങനെ പിന്നെ ഈ ഇതൊക്കെ ഓപ്പൺ ചെയ്യാം. അകത്ത് കുറച്ച് വയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതില് വയർ ലെങ്ത് ഇല്ലേ? അകത്ത് വെക്കേണ്ട സാധനമൊക്കെ ഉണ്ട്. മറ്റേ ഇങ്ങനെ കോഡ് പോലത്തെ. ഇത് നമുക്കിത് വേർത്ത് ഗൈസ്. ഇതാണ് ഈ സാധനം. ഇതാണ് പ്ലഗ്. ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫണ്ണ് കുറച്ച് കുറവായിരിക്കും കാരണം ഓപ്പൺ ചെയ്യല്ലേ ഗൈസ്. അപ്പോ കുറച്ച് സീരിയസ് കാണും. എന്തോന്ന് ക്ഷമയില്ല. ചുറ്റിയെടുക്കാനുള്ള ക്ഷമയില്ല. പക്ഷെ ചുറ്റി തന്നെ എടുക്കണം. വയറിന് ലെങ്ത് പോരാ. ഇത്രയും ലെങ്തേ ഉള്ളൂ. ബുൾഷിറ്റ്. കുഴപ്പമില്ല. ആ വയറും ഈ വയറും ഏകദേശം സെയിമാ. ഇനി ഇത് ഇവിടെ കൊടുക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ട് ഇതിങ്ങനെ പറ്റൂടാ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയ്യോ എൻ്റെ മല്ലികേ, എന്താ പൊങ്ങണില്ല. എൻ്റെ അറ്റലമ്മച്ചി ഇതിനകത്താണെങ്കിൽ ഫാനും ഇല്ല, ഭയങ്കര ചൂട്. വണ്ടർഫുൾ. ഓ ഇത് ഉണ്ടല്ലോ. നമ്മൾ എന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കുഞ്ഞാടുകള്. ഇത് നമുക്ക് നിവർത്തണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അതിനായിട്ട് നമ്മൾ പഠിച്ച പണി 18 നോക്കി നമ്മൾ കറക്കാൻ പോവാണ് ഗൈസ്. എന്ത് ക്യൂട്ട്നെസ് ആര് വെതറണ. ചിലരൊക്കെ എൻ്റെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് ആദ്യമാണ് ഞാൻ ക്യൂട്ട്നെസ് ആര് വെതറണം. അതുകൊണ്ട് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഒന്നും കാണിക്കുന്നില്ല ഗൈസ്. എനിക്കത് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ വണ്ടർഫുൾ, ഗ്രേറ്റ് ദിവ, ഗ്രേറ്റ്, പൊളി. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ, ഇവിടെ എന്തോ ഫിക്സ് ചെയ്യണം. 3 ഹോളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം, ഇവിടെയും വെക്കാം. ഈ ഒരു സാധനം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. ഇപ്പോഴത്തേന് നമ്മൾ ഈ സെന്ററിലാണ് പ്ലേസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ജസ്റ്റ് വെച്ച് കറക്കിയാൽ മാത്രം മതി. ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. പക്ഷെ നമുക്ക് ലൈറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ട്രൈപോഡ് വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാണ്ട് ഈ ഒരു സംഭവം മാത്രം മതി ഇങ്ങനെ ക്യാരി ചെയ്യാം, ഈസിയാണ്. ഇനി നമുക്കിത് ട്രൈപോഡുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യണം. ഇതിൽ ഒരു കുന്തവും അങ്ങനെ കൊടുത്തിട്ടില്ല. ഇനി ഇതിന്റെ ട്രൈപോഡ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണോ? ഞാൻ വിചാരിച്ച ട്രൈപോഡ് ഉണ്ടെന്ന് ചതിച്ച് ഗായ്സ്. അപ്പൊ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കിത് മനസ്സിലാവണില്ല. എത്ര മുകളിൽ തന്നെ അല്ലേ? മുകളിൽ തന്നെ. പിന്നെന്ത് എണീറ്റ് തന്നെ ശരിയാക്കി നോക്കാം. വഴിയില്ല അല്ലാതെ നേശം വന്നിട്ട് എത്താൻ പറ്റണം. ഇങ്ങോട്ട് നോക്ക്. ഇതാ
എന്നിട്ടാണ് ഞാൻ വണ്ടി വണ്ടി എന്ന് പറയണത്. എന്നിട്ട് ഞാൻ എന്താ ട്രാക്ക് അല്ല സോറി, ഞാൻ ഓർഡർ ചെയ്ത ആ സംഭവം പോലെ എടുത്ത് നോക്കിയില്ല ഇതിൽ ട്രൈപോഡ് ഉണ്ടോ ഇല്ലയോ ഗൈസ്. അയ്യോ ഈടാ ട്രൈപോഡ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ വണ്ടിയാണ്. അയ്യോ ഇത്രയും കോമഡി ആയിട്ടുള്ള ഒരു വ്ളോഗ് ഞാൻ ഇത്രയും സമയം ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇനി മെനക്കേട്, ഇനി വേറെ ട്രൈപോഡ് വാങ്ങണമല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നോ നീ. അയ്യോ 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 ഗൈസ്, കളി കയറി നിൽക്കുകയാണ്. ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം ഇപ്പൊ അത് കാണാനില്ല. കിട്ടി ആടും. ഓക്കെ എന്റെ പൊന്നെ എന്തോ ഇത്. അവസാനം എനിക്ക് ലൈറ്റ് വേണ്ടെന്ന് വരെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. ചുമ്മാ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാം അത്രേ ആഗ്രഹിച്ചുള്ളൂ. ഇനി ഇത് നമുക്ക് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് നോക്കാം, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതെടുത്ത് ചുമ്മാ കറക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുഴപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണത്? ഇതൊന്നും അനക്കരുത്, ഇതൊക്കെ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഇനി ഇത് ഓൺ ആക്കേണ്ടത്, അതായത് കത്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ സാധനം കണ്ടാ, ഈ ഒരു കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതിൽ ചാർജ് ചെയ്യുന്നു. ഈ കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതിൽ ഈ ഒരു സാധനം ഉണ്ട്, കണ്ടല്ലോ? ഈ സാധനം നമ്മൾ ഇതിന്റെ പുറകിൽ ഇങ്ങനെ കുത്തുന്നു. പുറകിൽ ഇവിടെ ഉണ്ട്, ഇതാ കണ്ട, ഇതുപോലെ ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ നമുക്കറിയാൻ പറ്റും, എന്താ ഇതിന്റെ അതേ സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ കുത്തുന്നു. അതും നമുക്കറിയാൻ പറ്റും, ഇതാ ഇങ്ങനെ. അപ്പൊ ഇത് രണ്ട് സൈഡിലുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കുത്തിയാൽ മാത്രം മതി, ഇവിടെ ഒന്നും ചെയ്യണ്ട, കുത്തുക. ഓക്കെ, കുത്തിയിട്ട് നമുക്കിത് പ്ലഗിൽ കൊടുക്കാം. അപ്പൊ എനിക്കിവിടെ മറ്റേ സാധനം ഉണ്ട്, ഹോൾഡർ. അപ്പൊ ഞാൻ കൊടുക്കാം. ഞാനിപ്പോ ഈ റിംഗ് ലൈറ്റ് ആണ് കൊടുത്തത്, മറ്റേത് ഡിറ്റാച്ച് ചെയ്ത്. അതെന്താന്ന് വെച്ചാല് എനിക്ക് രണ്ട് ഹോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര അടുത്തടുത്തായിട്ട്. നമുക്ക് ഈ മറ്റേ ഈ സ്ട്രൈറ്റ്നർ, കേളർ അതൊക്കെ വെക്കാനാണ്. ഇങ്ങനത്തെ പ്ലഗ് ഒക്കെ ഒരു പ്ലഗേ ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര നെഗറ്റീവാണ്, നല്ല കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ച് നോക്കാം. ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറകിൽ എന്താണ്ടോ ഉണ്ടല്ലോ സ്വിച്ച് ഒക്കെ, അതില് ഇതാണെന്ന് തോന്നുന്നു ഓൺ. ഓക്കെ, ഓൺ ആക്കി ഗൈസ്. ഇനി നമ്മൾ ഫ്രണ്ടിൽ വരുന്നു, ലൈറ്റ് കാണുന്നു. ഓക്കെ, ഇതിലിവിടെ എന്തൊക്കെയോ ഇങ്ങനെ ഇതില് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അത് നമുക്കിങ്ങനെ വാം ലൈറ്റ് കൊടുക്കാം, ഭയങ്കര വെട്ടത്തിൽ കൊടുക്കാം, കുറച്ച് വാം ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, വാം കൊണ്ടുവരാം. ഇങ്ങനെ ലൈറ്റിങ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യാം. അടുത്ത ഇതെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് കുറയ്ക്കാം. ഇത്ര മതിയെങ്കിൽ ഇത്ര മതി. ഇത്ര മതിയല്ലേ? ഇത്ര വെക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇനി നല്ല പ്രകാശമാണെങ്കിൽ ഇതാ ഇങ്ങനെ വെക്കുന്നു. സിമ്പിൾ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇനി ബാക്കിൽ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ, USB കണക്ട് ചെയ്ത് എന്തൊക്കെ ചെയ്യണത്, അതെന്തോന്ന് എനിക്കറിഞ്ഞൂട. അതൊക്കെ പിന്നെ കണ്ടുപിടിച്ചിട്ട് പറയാം. നമുക്കിപ്പോൾ ഈ ലൈറ്റ് മാത്രം മതിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് സാധനം. ഇനി ഞാൻ ഇതിലത്തെ ട്രൈപോഡിൽ നമ്മുടെ ഈ ഒരു ഫോൺ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ നോർമൽ ഈ ഫോൺ വെക്കും പോലെ തന്നെ വെച്ചാൽ മതി, പക്ഷെ ഇച്ചിരി ഡാർക്ക് ആവും പോലെ അല്ലേ? കുറച്ച് പൊക്കിയിട്ടാണെങ്കിലോ, കുറച്ച് പൊക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ടുണ്ടാവും. പിന്നെ ട്രൈപോഡ് കുറച്ച് താഴ്ത്താം. പതുക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ, ഭയങ്കര ഇങ്ങനെ പോവും. ഓക്കെ, പക്ഷെ ഇങ്ങനെ വെക്കുന്നതിനെക്കാട്ടിലും സെപ്പറേറ്റ് ഒരു ട്രൈപോഡിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നല്ലത് കൊള്ളാം. എങ്ങനെയൊക്കെയോ ആണ്ടവാ അത് ഫിക്സ് പണിട്ടേൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കാര്യങ്ങൾ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിച്ചേക്ക്, ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു റിംഗ് ലൈറ്റിന്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു റിംഗ് ലൈറ്റ് മേടിക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണം എന്നൊക്കെ ഡൗട്ട് അടിച്ചോ ആഗ്രഹിച്ചോ ഇരിക്കുന്ന ഏതെങ്കിലും ചങ്ങായിമാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.